ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ കൊച്ചു പരിപാടികൾ. വേറൊന്നുമല്ല, ഇന്ന് ചേട്ടന്മാർ രണ്ടിൻ്റെ മുടി കൊണ്ടുവന്ന് വെട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ ഒരു ഇതായിട്ട് അനിയത്തിക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഓട്ടോയ്ക്ക് പോകണ്ട, ഞങ്ങൾ എപ്പോൾ പോയാലും ഓട്ടോയ്ക്കാണ് പോകുന്നത്. കാരണം ഇവന്മാരെ കൊണ്ട് പോക്ക് പാടാം. കാരണം വരുന്ന വഴിക്ക് പട്ടിയും പൂച്ചയും അല്ലെങ്കിൽ വരുന്നവരെ എല്ലാവരും ഓരോന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് കല്ല് വലിച്ചെറിയും പട്ടിയും പൂച്ചയും കാണുമ്പോൾ. എന്നിട്ട് അതിൻ്റെ കടി മേടിക്കുന്നത് ഞാനായിരിക്കും, ഇവന്മാർ രണ്ടും കൂടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് എന്തായാലും ഞങ്ങളിപ്പോൾ ഇറങ്ങുന്ന ഒരു 3 മണി സമയമായി കാണും. ഞാൻ പറഞ്ഞു നമുക്ക് ചുമ്മാ ഒരു വ്ളോഗും എടുക്കുന്ന പോലെ നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറഞ്ഞതിൻ്റെ ഇതിലാണ് അനിയത്തിയും കൊണ്ട് കൈ പിടിച്ച് നടന്ന്. അപ്പോൾ ഉണ്ണിക്കൊരു ഫോട്ടോ എടുക്കണം പറഞ്ഞു. അതിനിടയ്ക്ക് ഫോട്ടോ എടുത്തു. നമ്മളെ വീട്ടിലോട്ട് പോകുന്നിടത്ത് കയറ്റമാണ്. നമ്മളെ കയറി പോകുന്നിടത്ത് കുഞ്ഞിക്കിളിയും ഓട്ടമാണ്. ഈ പന്തം കണ്ട് പെരിച്ചയെ പോലെ കുഞ്ഞിക്കിളിയുടെ അവസ്ഥ. ഓട്ടോട് ഓട്ടോ, അവൾക്ക് തന്നെ നടക്കണം, ചേട്ടന്മാർ കാണിക്കുന്നവരെല്ലാം കാണിക്കണം. ഭയങ്കര സ്പീഡും ഭയങ്കര കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് നോക്കുന്നുണ്ട് അമ്മ വരുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു നടന്നു, ഞാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് നമ്മൾ മേലിലൂടെ കയറ്റം കയറുന്നിട്ട് ആ വണ്ടി ഇരിക്കുന്ന വീട്ടിലാണ് ഒരു പട്ടിയുണ്ട്, കാലു എന്ന പേര്. അവൾ കുഞ്ഞായിരുന്ന സമയം തൊട്ടേ ഈ പട്ടി കാണുമ്പോഴത്തേക്ക് ഈ പട്ടി കുരയ്ക്കും. പട്ടിക്ക് കൊച്ചു പിള്ളേരെ ഇഷ്ടമല്ല. ഇവൾക്ക് അന്ന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അവൾ എന്ത് ചെയ്യുന്നറിയോ, വരുന്ന വഴിക്ക് ഇവൾ കാലു 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 എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടിരിക്കും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇപ്പോൾ അവൾ ചേട്ടന്മാരെ കണ്ടി ഭയങ്കര വിളിക്കും. കണ്ടോ ഓടി ഇരുന്നുണ്ട്. ഇവന്മാരെ കാണുമ്പോൾ ആ പട്ടി ഓടി വരും. കാരണം ഇവന്മാർ കല്ല് വെച്ചെറിയും. അതുകൊണ്ട് ആ പട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവന്മാരെ. പിന്നെ പോകുന്ന വഴിക്കത്തേക്ക് റോഡ് സൈഡാണ്. ഇതിന് ഇടയ്ക്കൊക്കെ ബസ് പോകുന്നതാണ്. എന്ന് വെച്ചാൽ കണ്ടിന്യൂ ആയിട്ടില്ല. രാവിലെ ഒന്ന് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് 4 മണി അങ്ങനെ സമയത്തൊക്കെ. അപ്പോൾ കണ്ണമ്മൻ പറഞ്ഞുകൊണ്ട് അമ്മ നമുക്ക് ഓട്ടോയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ കണ്ണമ്മൻ ഫ്രണ്ടിലും വളഞ്ഞും കുളഞ്ഞും എല്ലാം നടക്കുകയാണ്. ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ടൂടി നടക്കുകയാണ്. പിന്നെ പെങ്ങൾ നടക്കുന്നുണ്ടപ്പോഴത്തേക്ക് ആങ്ങളയ്ക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഉണ്ണിയമ്മൻ പറഞ്ഞ് ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു. പിന്നെ മുടിവെട്ട് കടയിലൊക്കെ വന്നു. മുടിവെട്ട് കടയൊക്കെ വന്നപ്പോഴത്തേക്ക് അവന് മുടി വെട്ടണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു. എനിക്ക് മുടി വെട്ടണ്ട. അപ്പോഴത്തേക്ക് കുഞ്ഞിക്കിളിയും അവനും കൂടെ അവിടെ മൊത്തം കിടന്നു തീർന്നു. ഞങ്ങൾ മാത്രം ഉച്ച സമയം, എനിക്കൊന്ന് 3 മണി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് അവളും ഞാനും ഞങ്ങൾ 4 പേരേ ഉള്ളൂ ആ കടയിൽ. പിന്നെ അതിൻ്റെ മുതലാളി ഒരു ബ്രാൻഡിൻ്റെ അപ്പച്ചൻ്റെ. ഈ ഹിന്ദിക്കാരനോട് ഇവൻ ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറഞ്ഞു. ഉണ്ണിമോൻ ഭയങ്കര ഹിന്ദിക്കാരൻ. ഒരു ദിവസം ഉണ്ണിമോൻ്റെ ഈ ഹിന്ദി പറയുന്നൊരു ഡയലോഗും അല്ലെങ്കിൽ ഹിന്ദി പറയുന്നൊരു ഇതൊക്കെ ആയിട്ട് പറയും. പിന്നെ ഉണ്ണിയുടെ വെട്ടിക്കഴിഞ്ഞു. പിന്നെ കണ്ണൻ കയറി. കണ്ണനാണെങ്കിൽ വലിയ ഡീസൻ്റ് കളിയാണ്, ഞാൻ അടങ്ങിയിരുന്നോളാം, ഉണ്ണിയെ പോലെയല്ല. അപ്പോഴത്തേക്ക് കുഞ്ഞിക്കിൽ എവിടെ കണ്ടെന്ന് പേരിൽ വന്ന് ഇനി ചെന്നിട്ടിരുന്നെല്ലാം സോപ്പ് കുടിക്കാത്തിട്ട് പുതിർത്തെടുക്കേണ്ടി വരും. അതുപോലത്തെ അവസ്ഥയാണ്. പിന്നെ ക്ഷീണം കാരണം കിടന്നു ഉറങ്ങുവാന്ന് അവൾ കിടന്ന് ഉറങ്ങുക. പിന്നെ അവനാണെങ്കിൽ അതിനിടയ്ക്ക് അവളെ എന്തൊക്കെ എടുക്കാൻ വേണ്ടി വീഡിയോ പോകുന്നത്. ഇടയ്ക്കത്തെ വീഡിയോ കട്ടായി പോയതാണ്. ഉണ്ണിയുടെ മുടി വെട്ടുന്നതിന് മൊത്തത്തിൽ കട്ടായി പോയി വീഡിയോസ് എല്ലാം കൂടെ. കണ്ണൻ്റെ മുടി വെട്ടുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ഈ കാണിക്കുന്നതെല്ലാം. അപ്പോൾ ഉണ്ണി വെട്ടുന്നതേ ഉള്ളായിരുന്നു. ഉണ്ണിയുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എഡിറ്റ് ചെയ്ത വഴിക്ക് തെറ്റിപ്പോയതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അതെന്ത് കുഴപ്പമില്ല, കിടക്കട്ടെന്ന് വെച്ച്. കാരണം കുറേ നാളെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല നമ്മൾ ചേച്ചി ഭയങ്കര പരാതി പറിച്ചില്ല. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ വീഡിയോ ഇടാമെന്ന് വെച്ചപ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്തപ്പോൾ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പക്ഷേ ലാസ്റ്റ് ലുക്ക് കാണുന്ന അടിപൊളിയായിരുന്നു. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ?